എല്ലാവർക്കും മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആശകളായിരം, സംഭവം, കേരള സ്റ്റോറി 2 എന്നിങ്ങനെയുള്ള മൂവികളുടെ OTT റിലീസുകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇങ്ങനെയുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ ഫസ്റ്റ് ഒരു മലയാളം മൂവിയാണ് ആപ് കൈസേ ഹോ. ധ്യാൻ ശ്രീനിവാസന്റെ തിരക്കഥയിൽ വിനയ് ജോസ് സംവിധാനം ചെയ്തൊരു ക്രൈം കോമഡി ചിത്രമാണ് ആപ് കൈസേ ഹോ. ഇതിൽ ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ്, രമേഷ് പിഷാരടി, സൈജു കുറുപ്പ് എന്നിവർ ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. തിയേറ്ററിൽ പരാജയപ്പെട്ട ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് സൈന പ്ലേയും മനോരമാക്സുമാണ്. ഏപ്രിൽ 15 മുതൽ, അതായത് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്ത മൂവി സംഭവം അധ്യായം 1. അസ്കർ അലി, വിനീത് കുമാർ, സിദ്ധാർത്ഥ് വർദ്ധൻ, ചെന്തിൽ കൃഷ്ണ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ജിത്തു സജീശൻ സംവിധാനം ചെയ്തൊരു മിസ്റ്ററി ഫാന്റസി ടൈം ലൂപ്പ് ത്രില്ലറാണ് സംഭവം അധ്യായം 1. ഈ മൂവിയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 6,62 ലക്ഷമാണ്. 2026 മാർച്ച് 6 റിലീസ് ചെയ്ത ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമായിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാറാണ്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു തമിഴ് മൂവിയാണ് യൂത്ത്. ഒരു റൊമാൻറ്റിക് കോമഡി ഡ്രാമയാണ് യൂത്ത്. കെൻ കരുണാസ് ആദ്യമായി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് നായകനായി അഭിനയിച്ച മൂവിയാണ് യൂത്ത്. നടൻ കരുണാസിന്റെ മകനാണ് കെൻ കരുണാസ്. ഇതിൽ സുരാജ് വെഞ്ഞാറമൂട് ഒരു പ്രധാന വേഷത്തിലെത്തുന്നു. കൂടാതെ മീനാക്ഷി ദിനേശ്, അനിഷ്മ അനിൽകുമാർ തുടങ്ങിയവർ ഇതിൽ നായകന്മാരായി എത്തുന്നു. തമിഴ്നാടിന് പുറമെ കേരളത്തിലും മികച്ച പ്രതികരണം ലഭിച്ച ഈ മൂവി ദുൽഖർ സൽമാന്റെ വേഫർ ഫിലിംസ് ആണ് കേരളത്തിൽ പ്രദർശനത്തിന് എത്തിച്ചത്. ഏകദേശം 50 കോടിയോളം കളക്ഷൻ നേടിയ ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഏപ്രിൽ 17 മുതൽ തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു വെബ് സീരീസ് ആണ് എവരിബഡി ലവ്സ് സോഹറാബ് ഹാൻഡ. ഈ സീരീസ് രജിത് കപൂർ സംവിധാനം ചെയ്ത് അഭിനയിച്ച ഒരു ഹിന്ദി ഡാർക്ക് കോമഡി മിസ്റ്ററി ത്രില്ലർ സീരീസ് ആണ്. C5 സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. മലയാള മൂവി ആശകൾ 1000. സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്നും സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. സിനിമയുടെ ആദ്യ പകുതി നല്ല രസകരമായ രീതിയിലും രണ്ടാം പകുതി വൈകാരിക നിറഞ്ഞതുമാണെന്നാണ് പ്രേക്ഷക പ്രതികരണം. ഗോകുലം ഗോപാലൻ നിർമ്മിച്ച് ജയറാം, കാളിദാസ് ജയറാം, ആശ ശരത് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി G പ്രജിത്ത് സംവിധാനം ചെയ്തൊരു ഫാമിലി ഫീൽ ഗുഡ് മൂവിയാണ് ആശകൾ 1000. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. മലയാളം കൂടാതെ തമിഴ്, തെലുങ്ക് ഭാഷകളിൽ C5 ഏപ്രിൽ 17 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു കൊറിയൻ സീരീസ് ആണ് ഇഫ് വിഷസ് കുഡ് കിൽ. ഒരു ഹൊറർ സീരീസ് ആണ് ഇഫ് വിഷസ് കുഡ് കിൽ. ഒരു മൊബൈൽ ആപ്പിലൂടെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതാണ് ഈ സിനിമയുടെ പ്രമേയം. ഏപ്രിൽ മാസം 24 തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി വെബ് സീരീസ് ആണ് മട്ക കിങ്. ഒരു ക്രൈം ത്രില്ലർ വെബ് സീരീസ് ആണ് മട്ക കിങ്. വിജയ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത് നാഷണൽ അവാർഡ് വിന്നർ നാഗരാജ് മഞ്ചുളയാണ്. ഏപ്രിൽ 17 മുതൽ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തെലുങ്ക് മൂവിയാണ് പോച്ചമ്മ. സ്നേഹൽ കാമത്ത്, അർജുൻ അമ്പാടി, വിജയ് ശോഭരാജ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രമേഷ് ഇന്ദിര സംവിധാനം ചെയ്തൊരു ഹൊറർ ത്രില്ലർ മൂവിയാണ് പോച്ചമ്മ. ആഹ OTT പ്ലാറ്റ്ഫോമാണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഏപ്രിൽ 17 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് ഗുഡ് ബോയ്. ഒരു ഹൊറർ ത്രില്ലർ മൂവിയാണ് ഗുഡ് ബോയ്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ച ഈ മൂവി ഇപ്പോൾ ലാൻഡ്സ്കേപ്പ് പ്ലേയിലൂടെ ഏപ്രിൽ 17 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഇതൊരു തെലുങ്ക് മൂവിയാണ് ഉസ്താദ് ഭഗത് സിംഗ്. ഹരീഷ് ശങ്കറിന്റെ സംവിധാനത്തിൽ പവൻ കല്യാൺ നായകനായി 2026 മാർച്ചിൽ റിലീസ് ചെയ്ത ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ഉസ്താദ് ഭഗത് സിംഗ്. തമിഴിൽ വിജയുടെ ഹിറ്റ് ചിത്രമായ തെറി എന്ന സിനിമയുടെ റീമേക്കാണ് ഈ മൂവി. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം, ഹിന്ദി എന്നീ ഭാഷകളിൽ ഏപ്രിൽ 16 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇംഗ്ലീഷ് ആനിമേഷൻ സീരീസ് ആണ് സ്ട്രേഞ്ചർ തിങ്സ് ടെയിൽസ് ഫ്രം 85. നെറ്റ്ഫ്ലിക്സിന്റെ ഹിറ്റായ സീരീസായ സ്ട്രേഞ്ചർ തിങ്സിന്റെ ഒരു ആനിമേഷൻ സ്പിൻ ഓഫ് സീരീസ് ആണ് സ്ട്രേഞ്ചർ തിങ്സ് ടെയിൽസ് ഫ്രം 85. നെറ്റ്ഫ്ലിക്സിലൂടെ ഏപ്രിൽ 23 മുതൽ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. ഇതൊരു മലയാളം മൂവിയാണ് ദ കേരള സ്റ്റോറി 2. ദ കേരള സ്റ്റോറി എന്ന വിവാദ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് ദ കേരള സ്റ്റോറി 2. ഉൽക്ക ഗുപ്ത, അതിഥി ഭാട്ടിയ, ഐശ്വര്യ വച്ച എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കാമാഖ്യ നാരായണ സിംഗ് സംവിധാനം ചെയ്ത മൂവിയാണ് ദ കേരള സ്റ്റോറി 2. കേരളത്തിൽ നിന്നുള്ള 3 പെൺകുട്ടികളുടെ കഥയാണ് ഈ സിനിമ പറയുന്നത്. മതപരിവർത്തനവും പ്രണയത്തിന്റെ മറവിൽ നടക്കുന്ന വഞ്ചനയുമാണ് ഈ സിനിമയുടെ പ്രമേയം. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഹിന്ദി, തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം എന്നീ ഭാഷകളിൽ ഏപ്രിൽ 24 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു മലയാളം മൂവിയാണ് ആട് 3. ജയസൂര്യ, സൈജു കുറുപ്പ്, വിനായകൻ, ധർമ്മജൻ ബോൾക്കാട്ടി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്തൊരു ഫാന്റസി കോമഡി ചിത്രമാണ് ആട് 3. ഈ മൂവിയുടെ ഫസ്റ്റ് പാർട്ട് തിയേറ്ററിൽ നിന്നും വലിയ വിജയം നേടിയില്ലെങ്കിലും സെക്കൻഡ് പാർട്ടും ഇപ്പോൾ തേർഡ് പാർട്ടും വലിയ വിജയം നേടിയിരിക്കുകയാണ്. മൂന്നാം ഭാഗത്തിന്റെ ബഡ്ജറ്റ് 20 കോടിയും വേൾഡ് വൈഡ് കളക്ഷൻ 120 കോടിയുമാണ്. ഇപ്പോൾ ഈ മൂവിയുടെ സാറ്റലൈറ്റ് റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്ന ഏഷ്യാനെറ്റും. ഇന്ത്യക്ക് വെളിയുള്ള OTT റൈറ്റ്സ് സിംപ്ലി സൗത്ത് സ്വന്തമാക്കി എന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യയിലെ OTT റൈറ്റ്സ് ഇതുവരെ ആരും തന്നെ സ്വന്തമാക്കിയിട്ടില്ല. നമുക്ക് കാത്തിരിക്കാം ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റിന് വേണ്ടി.